ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സൺഡേയിലെ കുറച്ച് പ്രോഗ്രാംസ് ആണ്. നമുക്ക് രാവിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് പോകുന്ന വഴിയായിരുന്നു, തട്ടാമല വെച്ചായിരുന്നു കല്യാണം. കല്യാണത്തിൻ്റെ വീഡിയോസൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി മോളോട് ചോദിച്ചു എവിടെയെങ്കിലും പോകണമെന്ന് ചോദിച്ചു. കുട്ടികളല്ലേ ആദ്യം പറയുന്നത് എവിടെയൊക്കെ ബീച്ചിലും പാർക്കിലും പോകണമെന്ന്. അതേ സ്ഥിരം പറയുന്ന അതേ ഡയലോഗ് തന്നെ ഈ പ്രാവശ്യവും പറഞ്ഞു. ബീച്ചിൽ പോകണം, പാർക്കിൽ പോകണം. നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ട് പിന്നെ എങ്ങനെ സാധിച്ചു കൊടുക്കാതിരിക്കുന്നത്. അങ്ങനെ നേരെ നമ്മുടെ കൊല്ലക്കാരുടെ ബീച്ചിലോട്ട് തന്നെ പോയി. കൊല്ലം ബീച്ചിലോട്ട് തന്നെ എത്തി. കൊല്ലം ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ്. ഇനി വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. ബീച്ച് എത്തിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ എത്തിയോണ്ട് ഈ പ്രാവശ്യം എന്തായാലും തിരക്കൊന്നും ഇല്ലായിരുന്നു. മുമ്പൊക്കെ ആണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ നേരത്തെയാണ് എത്തിയത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുകയും ചെയ്തു. കുട്ടികളെ പോലെ തന്നെ എനിക്കും ഇഷ്ടമാണ് ബീച്ചിൽ പോകാൻ. മൈൻഡൊക്കെ ഒന്ന് റീസെറ്റായി ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം ബീച്ചിൽ പോകുന്നത് ഈ മണൽ വാരി കളിക്കാനാണ്. എന്തായാലും നമ്മുടെ കൊല്ലം ബീച്ചിൽ ചെന്നാൽ കാല് നനയ്ക്കാനോ വെള്ളത്തിലിറങ്ങാനോ ഒന്നും പറ്റാറില്ല. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും പറ്റുമായിരുന്നു, കുറച്ചൊക്കെ നമുക്ക് ഇറങ്ങാനോ അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ബീച്ചിൽ അപകടങ്ങൾ കൂടുതലാണ് നടക്കുന്നത്. നല്ല രീതിക്ക് തീരെ വീശിയടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒട്ടും പറ്റത്തില്ല കടലിലിറങ്ങാനായിട്ട്. അതിനേക്കാൾ നല്ലത് നമ്മളിങ്ങനെ ഇരുന്ന് കുട്ടികളെയും കൊണ്ട് കളിപ്പിക്കുന്നതല്ലേ. അവർക്കും അതൊരു ഇഷ്ടമാണ്. വെള്ളത്തിൽ ഇറങ്ങണമെന്നൊന്നും വാശി പിടിക്കാറില്ല. അങ്ങനെ ഇരുന്ന് മണ്ണിനകത്തിരുന്ന് മണലിൽ കളിച്ചുകൊണ്ട് അങ്ങ് ഇരുന്നോളും. വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മളായിട്ട് വെറുതെ എന്തിനാ അപകടം പിടിച്ച് വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചൂട് കപ്പലണ്ടിയൊക്കെ മേടിച്ച് കഴിച്ച്, കുറച്ച് മിഠായിയൊക്കെ മേടിച്ച് കഴിച്ച്, അത് കഴിഞ്ഞ് അടുത്തയായിട്ട് പോയത് നമ്മൾ ഈ കൊട്ടിയം NK സിൽസിലോട്ടായിരുന്നു. അവിടെ പുതിയ ഷോപ്പിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് ഓഫർ പ്രൈസിലൊക്കെ സാധനങ്ങളുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അവിടുത്തെ കളക്ഷൻസൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻസ് എന്തായാലും 1000 റുപ്പീസിനകത്തായിരുന്നു എല്ലാ സാധനങ്ങളും. എന്തായാലും ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്തു. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് രാത്രിയായി. അങ്ങനെ ഈ സൺഡേയിലെ പ്രോഗ്രാമെല്ലാം അവസാനിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഗൈസ്.